നമസ്കാരം. നമ്മൾ ഇന്ന് LDCയുടെ റിവിഷൻ ക്ലാസ്സിൽ നോക്കുന്നത് ഭൂമിയുടെ ഘടനയും അതുപോലെ അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം ഈ ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഇറാത്തോസ്തനീസ് ആണ്. ഓപ്ഷൻ ഡി, ഇറാത്തോസ്തനീസ് ആണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയത്. 2, ജോഗ്രഫി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? ജോഗ്രഫി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ഇറാത്തോസ്തനീസ് തന്നെയാണ് കേട്ടോ. ഇറാത്തോസ്തനീസ് ആണ്. ജോഗ്രഫി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണ്? ഇറാത്തോസ്തനീസ് ആണ്. 3, ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ച ഭാഷ ഏതാണ്? ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ച ഭാഷ ഏതാണ്? ഗ്രീക്ക് ആണ്. ഓപ്ഷൻ സി, ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചത്. 4, ഹെർമിസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹെർമിസ് എന്ന പുസ്തകം രചിച്ചത് ആര് തന്നെയാ? ഇറാത്തോസ്തനീസ്. ഓപ്ഷൻ എ, ഇറാത്തോസ്തനീസ് തന്നെയാണ് ഹെർമിസ് എന്ന പുസ്തകം രചിച്ചത്. 5, ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഭൗമകേന്ദ്ര സിദ്ധാന്തം അത് ടോളമിയാണ്. ഭൗമം ടോളമി. ഇനി 6ാമത്തെ ചോദ്യം, ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഏപ്രിൽ 22-നാണ്. 7, മിൻസ് എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ്? മിൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാ? ഇറാത്തോസ്തനീസ് ആണ്. ഓപ്ഷൻ ബി, ഇറാത്തോസ്തനീസ്. മിൻസ് എന്ന പുസ്തകം ആരാ? ഇറാത്തോസ്തനീസ്. 8, ഏപ്രിൽ 22-ന് ഭൗമദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ഏത് വർഷം മുതലാണ് ഏപ്രിൽ 22 ഭൗമദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? ഏത് വർഷം മുതലാണ്? 1970 മുതലാട്ടോ. 1970 മുതലാണ് ഏപ്രിൽ 22-ന് ഭൗമദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. 9, സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? കോപ്പർനിക്കസ് ആണല്ലേ. കോപ്പർനിക്കസ്. അപ്പം ഭൗമകേന്ദ്രമാണെങ്കിൽ ടോളമിയാണ്, സൗരകേന്ദ്രമാണെങ്കിൽ കോപ്പർനിക്കസ് ആണ്. 10, ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാണ്? ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാ? പൈതഗോറസ് ആണ്. ഓപ്ഷൻ ബി, പൈതഗോറസ്. 11, ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ടോളമിയാണ്. ഓപ്ഷൻ എ, ടോളമിയാണ് ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആരാ? ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ടോളമിയാണ്. 12ാമത്തെ ചോദ്യം, ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആരാ? കോപ്പർനിക്കസ് ആണ്. ഓപ്ഷൻ സി, കോപ്പർനിക്കസ്. 13, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകൻ ആരാ? ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകൻ ആരായിരുന്നു? അരിസ്റ്റോട്ടിലാണ്. ഓപ്ഷൻ ബി, അരിസ്റ്റോട്ടിലാണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകനാണ് ആര്? അരിസ്റ്റോട്ടില്. ഇനി 14ാമത്തത്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരാണ്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരാ? അത് തെയിൽസ് ആണ്. ഓപ്ഷൻ ഡി, തെയിൽസ് ആണ്. 15, ജോഗ്രഫി എന്ന പുസ്തകം രചിച്ചത് ആരാ? ജോഗ്രഫി എന്ന പുസ്തകം രചിച്ചത് ആരാ? ടോളമിയാണ്. ജോഗ്രഫി എന്ന പുസ്തകം ആരാ? ടോളമിയുടെ പുസ്തകമാണ് ഇത് ജോഗ്രഫി എന്നത്. 16, അൽമാജസ് എന്ന പുസ്തകം രചിച്ചത് ആരാ? അൽമാജസ് എന്ന പുസ്തകം രചിച്ചത് ആരാ? ആരാ? ടോളമി. അൽമാജസ് ആര പുസ്തകം? ടോളമിയുടേതാണ്. 17, ഭൗമദിനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2020 ആചരിച്ചത്? ഭൗമദിനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2020 ആചരിച്ചത്? എത്രയാ? 50ാമതാണ്. ഓപ്ഷൻ സി, 50ാമത്. 18, കപ്പൽ യാത്ര നടത്തിയിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ്? കപ്പൽ യാത്ര നടത്തിയിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരായിരുന്നു? മെഗല്ലനാണ്. ഓപ്ഷൻ സി, മെഗല്ലനാണ്. 19, 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയത് ആരാണ്? 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റിയിട്ട് കപ്പലോടിച്ച ലോക റെക്കോർഡ് നേടിയത് ആരാണ്?
ആരാ? ഫ്രാൻസോയ്സ് ഗബാട്ട് ആണ് കേട്ടോ. ഫ്രാൻസോയ്സ് ഗബാട്ട്. ഓപ്ഷൻ ബി ഫ്രാൻസോയ്സ് ഗബാട്ട് ആണ്. 20 ഭൂമിയുടെ ഭാരം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആരാണ്? ഭൂമിയുടെ ഭാരം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആരായിരുന്നു? ഹെൻറി കാവൻഡിഷ് ആണ്. ഓപ്ഷൻ സി ഹെൻറി കാവൻഡിഷ്. 21 ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? സർ ഐസക് ന്യൂട്ടൺ ആണ് അല്ലേ. ഓപ്ഷൻ സി സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇനി 22 ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാ? 29.8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. 29.8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത്. ഇനി 23 ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാ? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ഭൂമിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത്. ഇനി 24 പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? ഭൂമി ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 365 ദിവസവും അതുപോലെ 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡാണ്. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 25ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഭ്രമണം ആരംഭിക്കുന്ന ദിശ ഏതാണ്? ഭൂമിയുടെ ഭ്രമണം ആരംഭിക്കുന്ന ദിശ ഏതാണ്? ഏത് ദിശയിൽ നിന്ന് ആരംഭിക്കുന്നത്? പടിഞ്ഞാറ് നിന്നാണ്. ഓപ്ഷൻ എ പടിഞ്ഞാറ് നിന്നാണ് ഭൂമിയുടെ ഭ്രമണം ആരംഭിക്കുന്നത്. 26 ഭൂമിയുടെ ഭ്രമണം അവസാനിക്കുന്ന ദിശ ഏതാണ്? ഭൂമിയുടെ ഭ്രമണം അവസാനിക്കുന്ന ദിശ ഏതാ? കിഴക്കാണ്. ഓപ്ഷൻ സി ആണ് കിഴക്ക് ദിശയിലാണ് അവസാനിക്കുന്നത്. 27 ഭൂമിയുടെ ധ്രുവീയ വ്യാസം എത്രയാണ്? ഭൂമിയുടെ ധ്രുവീയ വ്യാസം എത്രയാണ്? 12713 കിലോമീറ്റർ ആണ് കേട്ടോ. 12713 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ധ്രുവീയ വ്യാസം എന്ന് പറയുന്നത്. ഇനി 28 ഭൂമിയുടെ ചുറ്റളവ് എത്രയാണ്? ഭൂമിയുടെ ആകെ ചുറ്റളവ് ഏകദേശം എത്ര കിലോമീറ്ററാ? 40,000 അല്ലെ. 40,000 കിലോമീറ്റർ ആണ് ഏകദേശം ഭൂമിയുടെ ചുറ്റളവായിട്ട് കണക്കാക്കുന്നത്. ഇനി 29 ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ട സമയം എത്രയാ? 23 മണിക്കൂറും 56 മിനിറ്റ് 4 സെക്കൻഡാണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 30 ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാ? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി അതാണ് ഭൂവൽക്കം. ഓപ്ഷൻ ഡി ഭൂവൽക്കം. 31 ഭൗമോപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രം വരെയുള്ള ഏകദേശ ദൂരം എത്രയാണ്? ഭൗമോപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രം വരെയുള്ള ഏകദേശ ദൂരം എത്രയാ? 6378 കിലോമീറ്റർ ആണ്. 6378 കിലോമീറ്റർ ആണ്. 32 ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഭൂവൽക്കമാണ്. ഓപ്ഷൻ ബി ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ? ഭൂവൽക്കമാണ്. 33 ഭൂമിയുടെ അകക്കാമ്പിന്റെ ഏകദേശ ഊഷ്മാവ് എത്രയാണ്? ഭൂമിയുടെ അകക്കാമ്പിന്റെ ഏകദേശ ഊഷ്മാവ് എത്രയാ? 2600 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ഡി 2600 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ അകക്കാമ്പിൽ ഏകദേശ ഊഷ്മാവായിട്ട് കണക്കാക്കുന്നത്. 34 ശിലകളുടെ മാതാവ് അല്ലെങ്കിൽ പ്രാഥമിക ശില എന്നൊക്കെ അറിയപ്പെടുന്ന ശില ഏതാണ്? ശിലകളുടെ മാതാവ് പ്രാഥമിക ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ഓപ്ഷൻ ബി ആഗ്നേയ ശിലകൾ. 35 ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകളാണ്. ഓപ്ഷൻ എ അവസാദ ശിലകൾ. 36 ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ഓപ്ഷൻ ബി ഓക്സിജൻ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം. 37 ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്?
ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാ? ഇരുമ്പാണ് അല്ലേ? ഓപ്ഷൻ സി ഇരുമ്പ്. 38 കൽക്കരി, പെട്രോളിയം എന്നിവ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കൽക്കരി, പെട്രോളിയം എന്നിവ കാണപ്പെടുന്ന ശിലകൾ ഏതാ? അവസാദ ശിലകളാണ്. ഓപ്ഷൻ ബി അവസാദ ശിലകൾ. 39 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാ? കായാന്തരിക ശിലകളാണ്. ഓപ്ഷൻ ബി കായാന്തരിക ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് ഇത് കായാന്തരിക ശിലകൾ. ഇനി 40 മാൻഡിലിന്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? മാൻഡിലിന്റെ സാധാരണ ഊഷ്മാവ് എത്രയാ? 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ എ 2200 ഡിഗ്രി സെൽഷ്യസ് ആണ് മാൻഡിലിന്റെ സാധാരണ ഊഷ്മാവ് എന്ന് പറയുന്നത്. 41 ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും അതിർവരമ്പ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും അതിർവരമ്പ് അറിയപ്പെടുന്നത് ഏത് പേരിലാ? മെഹ്റോവിസിക് വിഛിന്നതയാണ്. മെഹ്റോവിക് വിഛിന്നത. ഓപ്ഷൻ ഡി മെഹ്റോവിക് വിഛിന്നത. 42 ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ഏതാ? ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ. ഓപ്ഷൻ ബി ബാഹ്യജാത ശിലകൾ. ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഇത് ബാഹ്യജാത ശിലകൾ. 43 ഭൂമിയുടെ അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ്? ഭൂമിയുടെ അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ്? ഏതാ? ഖരാവസ്ഥയിലാണ്. ഓപ്ഷൻ എ ഖരാവസ്ഥയിലാണ് ഭൂമിയുടെ അകക്കാമ്പ്. 44 മാൻഡിലിന്റെയും അകക്കാമ്പിന്റെയും അതിർവരമ്പ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മാൻഡിലിന്റെയും അകക്കാമ്പിന്റെയും അതിർവരമ്പ് അറിയപ്പെടുന്നത് ഏത് പേരിലാ? ഗുട്ടൻബർഗ് വിഛിന്നതയാണ്. ഓപ്ഷൻ ഡി ഗുട്ടൻബർഗ് വിഛിന്നത. 45 ജലകൃത ശില എന്നറിയപ്പെടുന്ന ശില ഏതാണ്? ജലകൃത ശില എന്നറിയപ്പെടുന്ന ശില ഏതാ? അവസാദ ശിലകളാണ്. അവസാദ ശിലകളാണ്. ജലകൃത ശില എന്നറിയപ്പെടുന്ന ഏതാ? അവസാദ ശിലകളാണ്. 46 ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉപലോഹം ഏതാണ്? ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉപലോഹം ഏതാ? സിലിക്കൺ. ഉപലോഹമാണ് ഏത്? സിലിക്കൺ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉപലോഹമാണ് സിലിക്കൺ. 47 ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ ഭാഗം ഏതാണ്? ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ ഭാഗം ഏതാ? അകക്കാമ്പാണ്. ഓപ്ഷൻ ബി അകക്കാമ്പ്. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ ഭാഗമാണ് അകക്കാമ്പ്. 48 വൻകരകളിൽ ഭൂവൽക്കത്തിന്റെ കനം എത്ര കിലോമീറ്റർ ആണ്? വൻകരകളിൽ ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ്? 60 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ 60 കിലോമീറ്റർ ആണ് വൻകരകളിൽ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത്. 49 കടൽത്തറകളിൽ ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ്? കടൽത്തറകളിൽ ഭൂവൽക്കത്തിന്റെ കനം 20 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ 20 കിലോമീറ്റർ. കടൽത്തറകളിൽ ഭൂവൽക്കത്തിന്റെ കനം 20 കിലോമീറ്റർ. 50 ശിലാമണ്ഡലം, സ്ഥലമണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? ശിലാമണ്ഡലം, സ്ഥലമണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാ? ലിത്തോസ്ഫിയർ ആണ് അല്ലെ? ലിത്തോസ്ഫിയർ ആണ് എന്ത് പേരിലൊക്കെ അറിയപ്പെടുന്നത്? ശിലാമണ്ഡലം എന്നും അതേപോലെ സ്ഥലമണ്ഡലം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. 51 ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാ? മാൻറ്റിലാണ്. ഓപ്ഷൻ സി മാൻറ്റിലാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഏതാ? മാൻറ്റിലാണ്. 52 മാൻറ്റിലിന്റെ ഏകദേശ ആഴം എത്രയാണ്? മാൻറ്റിലിന്റെ ഏകദേശ ആഴം 2900 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ഡി 2900 കിലോമീറ്റർ. 53 അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. ഓപ്ഷൻ ബി 21%. 54 ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാ? സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ. 55 അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന
രണ്ടാമത്തെ മൂലകം ഏതാ? ഓക്സിജനാണ്. ഓക്സിജനാണ് രണ്ടാമത്തെ മൂലകമാണ് ഏത്? ഓക്സിജൻ. ഇനി അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാ? അത് നൈട്രജൻ ആണ് അല്ലേ? നൈട്രജൻ. ഓപ്ഷൻ സി നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? നൈട്രജൻ ആണ്. ഇനി 57 സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളി ഏതാണ്? സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളി ഏതാണ്? ഏതാ? ഓസോൺ പാളിയാണ് അല്ലെ? ഓപ്ഷൻ ബി ഓസോൺ പാളി. 58 അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനം എന്താ? അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനം അതാണ് എയറോളജി ആണ് അല്ലെ? എയറോളജി. ഓപ്ഷൻ എ എയറോളജി. 59 അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എന്താ? എയറോസോൾ ആണ് കേട്ടോ. എയറോസോൾ. ഓപ്ഷൻ എ എയറോസോള്. 60 ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയുടെ പേര് എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയുടെ പേരെന്താണ്? എന്താ? ട്രോപ്പോസ്ഫിയർ ആണ്. ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ഇനി 61 റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗം ഏതാ? അയണോസ്ഫിയർ ആണ് അല്ലെ? ഓപ്ഷൻ എ അയണോസ്ഫിയർ. 62 മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ്? ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ട്രോപ്പോസ്ഫിയർ. ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ. 63 സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിൽക്കാൻ കാരണം എന്താണ്? സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? അതെന്താ? ഭൗമ വികിരണമാണ്. ഓപ്ഷൻ സി ഭൗമ വികിരണമാണ്. 64 ചോദ്യം ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ രാത്രികാലത്ത് ആകാശങ്ങളിൽ ദൃശ്യമാകുന്ന വർണ്ണ കാഴ്ചകളാണ് ധ്രുവദീപ്തി എന്ന് പറയുന്നത്. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ രാത്രികാലത്ത് ആകാശത്ത് ദൃശ്യമാകുന്ന വർണ്ണ കാഴ്ചകളാണ് ഏത്? ധ്രുവദീപ്തി എന്ന് പറയുന്നത്. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? ഏതിലാ? തെർമോസ്ഫിയറിലാണ്. ഓപ്ഷൻ ബി തെർമോസ്ഫിയറിൽ. 65 ഏത് പ്രവർത്തനമാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നത്? ഏത് പ്രവർത്തനമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നത്? എന്താ? പ്രകാശ സംശ്ലേഷണം അല്ലെ? പ്രകാശ സംശ്ലേഷണ സമയത്താണ്, പ്രകാശ സംശ്ലേഷണം കാരണമാണ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുന്നത്. ഇനി 66 ഹോമോസ്ഫിയറിന്റെ ഏകദേശ ഉയരം എത്രയാണ്? ഹോമോസ്ഫിയറിന്റെ ഏകദേശ ഉയരം എത്രയാ? 0 to 90 കിലോമീറ്റർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി 0 to 90 കിലോമീറ്റർ. 67 ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി 68 ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹമാണ് ഡാഷ്. ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹമാണ് ഡാഷ്. ഏതാ? ജെറ്റ് പ്രവാഹമാണ് അല്ലെ? ഓപ്ഷൻ എ ജെറ്റ് പ്രവാഹം. 68 ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാ? ട്രോപ്പോസ്ഫിയർ തന്നെയാണ് കേട്ടോ. ട്രോപ്പോസ്ഫിയർ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇനി ഓസോൺ പാളിയുടെ നിറം എന്താണ്? ഓസോൺ പാളിയുടെ നിറം എന്താ? ഇളം നീലയാണ്. ഓപ്ഷൻ എ ഇളം നീല. 71 സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് എന്താ? സ്ട്രാറ്റോപാസ് ആണ് കേട്ടോ. സ്ട്രാറ്റോപാസ്. 72 അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും എത്ര ഉയരത്തിലാണ്? അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് ഭൂമോപരിതലത്തിൽ നിന്ന് എത്ര ഉയരത്തിലാണ്?
എത്രയാ? 20 മുതൽ 35 കിലോമീറ്റർ വരെയാണ്. ഓപ്ഷൻ ബി 20 മുതൽ 35 കിലോമീറ്റർ ഉയരം വരെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഇനി 73ാമത്തെ ചോദ്യം, ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ? മിസോസ്ഫിയർ ആണ് കേട്ടോ. മിസോസ്ഫിയർ ഏറ്റവും താഴ്ന്ന നിലയിൽ ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണേത്? മിസോസ്ഫിയർ. 74 മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താ? മിസോപാസ് ആണ്. ഓപ്ഷൻ ഡി മിസോപാസ്. 75 ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി ഏതാണ്? ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി ഏതാ? തെർമോസ്ഫിയർ. ഓപ്ഷൻ ബി തെർമോസ്ഫിയർ. 76 മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. ഓപ്ഷൻ ഡി ട്രോപ്പോസ്ഫിയർ. 77 അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ നശിക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിൽ വെച്ചാണ്? അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ നശിക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിൽ വെച്ചാണ്? ഏതിലാ? മിസോസ്ഫിയർ ആണ്. ഓപ്ഷൻ ഡി മിസോസ്ഫിയർ. 78 അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി ഏതാ? എക്സോസ്ഫിയർ ആണ്. ഓപ്ഷൻ ബി എക്സോസ്ഫിയർ. 79 ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ഏതാണ്? ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ഏതാ? ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓപ്ഷൻ എ ഡോപ്സൺ യൂണിറ്റ്. 80 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാ? സെപ്റ്റംബർ 16 അല്ലെ? ഓപ്ഷൻ സി സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. 81 അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ മൂലകം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ മൂലകം ഏതാ? ആർഗൺ ആണ് കേട്ടോ. ആർഗൺ ആണ്. ഓപ്ഷൻ സി ആർഗൺ ആണ്. 82 ശിലകളെ എത്രയായിട്ട് തരംതിരിക്കാം? ശിലകളെ എത്രയായിട്ട് തരംതിരിക്കാം? എത്രയാ? 3 ആയിട്ടാണ്. ഓപ്ഷൻ എ 3 ആയിട്ടാണ് ശിലകളെ വേർതിരിക്കുന്നത്. 83 പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ശില ഏതാണ്? പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ശില ഏതാ? ആഗ്നേയ ശിലകളാണ് അല്ലെ? ഓപ്ഷൻ സി ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. 84 ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ്? ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാ? ആഗ്നേയ ശിലകൾ. ഓപ്ഷൻ സി ആഗ്നേയ ശിലകളാണ് ശിലകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. 85 അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏത്? അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏതാ? ആഗ്നേയ ശിലകൾ തന്നെയാണ്. ഓപ്ഷൻ ബി ആഗ്നേയ ശിലകൾ തന്നെയാണ് അഗ്നിപർവ്വതജന്യ ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമായ ശിലകൾ ഏതാണ്? ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമായ ശിലകൾ ഏത് തന്നെയാ? ആഗ്നേയ ശിലകളാണ്. ഓപ്ഷൻ ഡി ആഗ്നേയ ശിലകൾ. 87 ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാണ്? ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാ? ആഗ്നേയ ശിലകളാണ്. ഓപ്ഷൻ ബി ആഗ്നേയ ശിലകൾ. 88 മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ഏതാണ്? മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ഏത് തന്നെയാ? ആഗ്നേയ ശിലകൾ. മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഇനി ബസാൾട്ട് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ബസാൾട്ട് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണ? ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഏത്? ബസാൾട്ട്. അതുപോലെ ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണം എന്ന് വെച്ചാൽ ഏത് തന്നെയാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഗ്രാനൈറ്റും ബസാൾട്ടും എന്തിനു ഉദാഹരണ? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി ആഗ്നേയ ശിലകളെ എത്രയായിട്ട് തരംതിരിക്കാം? ആഗ്നേയ ശിലകളെ എത്രയായിട്ട് തരംതിരിക്കാം? എത്രയാ? 2 ആയിട്ടാണ്. ഓപ്ഷൻ ഡി 2 ആയിട്ടാണ് ആഗ്നേയ ശിലകളെ വേർതിരിക്കുന്നത്. ഇനി 92 താഴെ പറയുന്നതിൽ പരൽ രൂപമില്ലാത്ത ശിലകൾ ഏതാണ്? താഴെ പറയുന്നതിൽ പരൽ രൂപമില്ലാത്ത ശിലകൾ ഏതാ? ബസാൾട്ടാണ്. ഓപ്ഷൻ എ ബസാൾട്ടാണ്. താഴെ പറയുന്നതിൽ പരൽ രൂപമല്ലാത്ത ശിലയാണ് ഇത് ബസാൾട്ട്. 93 അന്തർവേദ ശിലകളുടെ മറ്റൊരു പേരെന്താണ്? അന്തർവേദ ശിലകളുടെ മറ്റൊരു പേര്
എന്താ പ്ലൂട്ടോണിക് ശിലകളാണ് കേട്ടോ. പ്ലൂട്ടോണിക് ശിലകൾ. ഓപ്ഷൻ സി പ്ലൂട്ടോണിക് ശിലകൾ. അന്തർവേദ ശിലകളുടെ മറ്റൊരു പേരാണ് പ്ലൂട്ടോണിക് ശിലകൾ. 94 ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ്? ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താ? പെട്രോൾ ആണ്. ഓപ്ഷൻ സി പെട്രോള്. 95 ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അറിയപ്പെടുന്നത് എന്താണ്? ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ. ഏതാ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ? അതാണ് അവസാദ ശിലകൾ അല്ലെ. ഓപ്ഷൻ സി അവസാദ ശിലകളാണ് ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ. 96 ബസാൾട്ടിന്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണ് ഏതാണ്? ബസാൾട്ടിന്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണ് ഏതാ? കറുത്ത മണ്ണാണ്. ഓപ്ഷൻ സി കറുത്ത മണ്ണ്. ബസാൾട്ടിന്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. 97 ബലകൃതമായിട്ട് രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണം എന്താണ്? ബലകൃതമായിട്ട് രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണം എന്താ? കളിമണ്ണാണ്. ഓപ്ഷൻ ഡി ആണ് കളിമണ്ണ്. ബലകൃതമായി രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണമാണ് ഇത് കളിമണ്ണ്. 98 ജലകൃത ശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏതാ? നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞതാണ്. ജലകൃത ശിലകൾ ഏതായിരുന്നു? അവസാദ ശിലകളാണ്. ജലകൃത ശിലകൾ ഏതാ? അവസാദ ശിലകളാണ്. ഇനി ഫോസിലുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പഠനമാണ് എന്ത്? പാലിയന്റോളജി. ഓപ്ഷൻ സി പാലിയന്റോളജി. എന്താ? ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. 100 അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അടുക്ക് ശിലകൾ എന്ന് അറിയപ്പെടുന്നത് ഏതാ? അവസാദ ശിലകളാണ്. ഓപ്ഷൻ ബി അവസാദ ശിലകൾ. അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്ന ഏതാ? അവസാദ ശിലകളാണ്. ഇനി ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ഡാഷ്. ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ഡാഷ്. എന്താ? മൊറൈനുകളാണ്. ഓപ്ഷൻ ബി മൊറൈനുകൾ. 102 നദി ഒഴുകിക്കൊണ്ടുപോകുന്ന ചരല്, മണല്, ഉരുളൻ കല്ലുകൾ തുടങ്ങിയവ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നത് മൂലം പാറകൾക്കുണ്ടാകുന്ന തേയ്മാനം അറിയപ്പെടുന്നത് എന്താ? നദി ഒഴുകിക്കൊണ്ടുവരുന്ന ചരല്, മണല്, ഉരുളൻകല്ല് തുടങ്ങിയവ അടിത്തട്ടിലും അതുപോലെ ഇരുവശങ്ങളിലും ശിലകളിൽ ഉരസുന്നത് മൂലം പാറകൾക്കുണ്ടാകുന്ന തേയ്മാനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? അപകർഷണമാണ്. ഓപ്ഷൻ ബി അപകർഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 103 കാറ്റിന്റെ അപകർഷണ ഫലമായിട്ട് മരുഭൂമിയിലുണ്ടാകുന്ന ശിലാരൂപങ്ങളാണ് ഡാഷ്. കാറ്റിന്റെ അപകർഷണ ഫലമായിട്ട് മരുഭൂമിയിലുണ്ടാകുന്ന ശിലാരൂപങ്ങളാണ് ഡാഷ്. ഏതാ? കൂൺ ശിലകളാണ്. ഓപ്ഷൻ ബി കൂൺ ശിലകൾ. 104 ഹിമാനികളുടെ അപരദന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ചാരു കസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളാണ് ഡാഷ്. ഹിമാനികളുടെ അപരദന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ചാരു കസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളാണ് ഡാഷ്. ഏതാ? സിർക്കുകളാണ്. ഓപ്ഷൻ എ സിർക്കുകൾ. 105 കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകൾ അറിയപ്പെടുന്നത് എന്താണ്? കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനുകൾ എന്താ അറിയപ്പെടുന്നത്? ബർക്കനുകളാണ് അല്ലെ. ബർക്കനുകൾ. ഓപ്ഷൻ എ ബർക്കനുകൾ എന്നാണ്. 106 ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഓപ്ഷൻ സി ഇന്ത്യയാണ്. 107 ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി അറിയപ്പെടുന്നത് എന്താണ്? ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി അറിയപ്പെടുന്നത് എന്താ? കാസ്റ്റ് ഭൂപ്രകൃതിയാണ്. ഓപ്ഷൻ സി കാസ്റ്റ് ഭൂപ്രകൃതി. 108 ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതാണ്? ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതാ? ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങളാണ്. ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങളാണ്. 109 ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികൾ അറിയപ്പെടുന്നത് എന്താ? ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികൾ അറിയപ്പെടുന്നത് എന്താ? അതാണ് പോഷക നദികൾ. എന്താ? പോഷക നദികൾ. 110 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സാൻഡ് സ്റ്റോൺ കേവ് ഏതാണ്? ലോകത്തിലെ ഉയരം കൂടിയ സാൻഡ് സ്റ്റോൺ കേവ് ഏതാണ്? ഏതാ? ക്രേംപുരി ഗുഹകളാണ്. ക്രേംപുരി ഗുഹകൾ. ഓപ്ഷൻ ബി ക്രേംപുരി ഗുഹകൾ. 111 ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ഗുഹ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ഗുഹ
ഏതാ? ബോറ ഗുഹകളാണ്. ഓപ്ഷൻ സി ആണ് ബോറ ഗുഹകൾ. 112 ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സാൾട്ട് കേവ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സാൾട്ട് കേവ് എവിടെയാ? ഇസ്രയേലാണ്. ഓപ്ഷൻ ഡി ഇസ്രയേലിലാണ്.